ലൈവിലേക്ക് വീണ്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ പൊലിയുന്ന കുരുന്നുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 5 കുടുംബങ്ങളിലാണ് ദുരന്തം സംഭവിച്ചത്. ഇതിൽ 6 കുട്ടികൾ മരിച്ചു. അമ്മമാർ മക്കളെ കൊലപ്പെടുത്തി ജീവനൊടുക്കുകയായിരുന്നു. കുട്ടികളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നതും കുട്ടികളെ ഒപ്പം കൂട്ടി ജീവനൊടുക്കുന്നതുമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന വിഷയം ഇതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. അതോടൊപ്പം പ്രശസ്ത മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മനും ചേരും. ആദ്യം നവമി ദിനേശിലേക്കാണ്. നവമി, കഴിഞ്ഞ 2 ദിവസത്തിനിടെ 5 കുടുംബങ്ങളിലാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചത്. കാസർഗോഡ് 2 വീടുകളിൽ, പാലക്കാട്, തൃശ്ശൂർ, കൊല്ലത്ത്. ഈ 5 സംഭവങ്ങളും പരിശോധിച്ചാൽ 5 ഇടത്തും അമ്മമാർ മക്കളെയും കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഇതിൽ 4 യുവതികൾ മരിച്ചു, 6 കുട്ടികൾ മരിച്ചു. നിരവധി കുട്ടികൾ അനാഥരാകപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ 5 കേസുകൾ പരിശോധിച്ചാലും ഇവിടെ ഒരു സമാനമായ സ്വഭാവമാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? പലപ്പോഴും പറഞ്ഞു തീർക്കേണ്ട അല്ലെങ്കിൽ ഒരു വേർപിരിയലിലേക്കൊക്കെ മാറേണ്ട പ്രശ്നങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. അടുത്ത കാലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെല്ലാം അത്തരത്തിലുള്ളതുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അമ്മമാർ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, കിണറ്റിൽ ചാടുന്നു, അല്ലെങ്കിൽ തൂങ്ങി മരിക്കുന്നു. പെട്രോൾ ഒഴിച്ച് മക്കളെ കൊന്ന ശേഷം അമ്മയും പെട്രോൾ ഒഴിച്ച് മരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം. അതിൽ ഈ അമ്മമാർ രക്ഷപ്പെടുകയും മക്കൾ മരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. തിരിച്ചും അമ്മമാർ മരിക്കുക അല്ലെങ്കിൽ മക്കൾ രക്ഷപ്പെടുന്ന സാഹചര്യം. അങ്ങനെയൊക്കെ നമുക്ക് ചുറ്റും ഇപ്പോൾ നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സ്വന്തം അമ്മയ്ക്ക് മക്കളെ ഇത്തരത്തിൽ കൊല്ലാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. നമുക്കറിയാം, അമ്മമാർ എന്ന് പറയുമ്പോൾ അവർക്ക് മക്കളുമായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു ആത്മബന്ധം അല്ലെങ്കിൽ അത്രയും രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ അവർക്ക് കൊല്ലാൻ കഴിയുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷേ മറ്റൊരു വശത്ത് ഇവരുടെ ഒരു മാനസികാവസ്ഥ, സ്വന്തം കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഒരമ്മയെ എത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്തിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും അവരനുഭവിക്കുന്ന ആ ഒരു വിഷമത്തിൽ നിന്ന് തന്നെയായിരിക്കും. അത്രയും മാനസികമായിട്ടുള്ളൊരു വേദന അല്ലെങ്കിൽ ആ ഒരു നിസ്സഹായ അവസ്ഥ തന്നെയായിരിക്കും അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. പലപ്പോഴും നമുക്കറിയാം, ഈ ഒന്നെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, ഭർത്താവിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും സ്ത്രീകളെ ഇത്തരത്തിലുള്ളൊരു കഠിന പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നതും. നമുക്ക് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിൽ, കോഴിക്കോടും കാസർഗോഡും പാലക്കാടും കൊല്ലത്തുമൊക്കെ നമ്മൾ കണ്ടത്, അവിടെയൊക്കെ ഇത്തരത്തിലൊരു കാര്യങ്ങൾ, ഇത്തരത്തിലൊരു തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ ആത്മഹത്യ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്നെങ്കിൽ കുടുംബ വഴക്കായിരിക്കും. ചെറിയൊരു പ്രശ്നം അത് പിന്നീട് വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങുന്നു, പരസ്പരം പീഡനങ്ങളിലേക്ക്, ശാരീരികമായിട്ടുള്ള ഒരു പീഡനത്തിലേക്ക് അത് മാറുന്നു. അത് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. പലപ്പോഴും ഈ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇത്തരത്തിൽ കാര്യം. കാരണം പലപ്പോഴും എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഇവര് ബലിയാടാക്കുന്നത്? ഈ കുടുംബ പ്രശ്നങ്ങളിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും, പലപ്പോഴും ഈ ഇത്തരം കൂട്ടമരണങ്ങൾ സംഭവിക്കുന്നത് കാണാം. അതല്ലെങ്കിൽ മക്കളെ കൊലപ്പെടുത്തിയുള്ള ആത്മഹത്യകൾ കാണാൻ കഴിയും. ഈ 5 സംഭവം, കഴിഞ്ഞ 2 ദിവസത്തിനുണ്ടായ 5 സംഭവങ്ങൾ പരിശോധിച്ചാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനം, ലഹരി ഉപയോഗം, സംശയരോഗം, ഇതിൻ്റെയൊക്കെ പേരിൽ ഇവർ ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ കൂടി കൊലപ്പെടുത്താനുള്ളൊരു പ്രവണത എന്തായിരിക്കാം? തങ്ങൾ മരിക്കുമ്പോൾ ഇവർ അനാഥരാകേണ്ടതില്ല, ഒറ്റപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ഒരു കാരണം കൂടി ആയിരിക്കുമോ ഈ ഒരു കൂട്ട മരണത്തിന് ഇവരെ പ്രേരിപ്പിക്കുന്നത്, ഈ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത്? നവമി, തീർച്ചയായും ടോം, ഇത്തരത്തിലോരോ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം സ്വാഭാവികമായും ഭർത്താവിൽ നിന്നും അകലുന്നവരായിരിക്കും. ഭർത്താവ് ശരിയായ രീതിയിൽ ഇവരെ നോക്കുന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ ഭർത്തൃ വീട്ടുകാരും ഈ കുട്ടികളെ നോക്കണമെന്നില്ല. അമ്മയുടെ ചുമതലയാണ്, നമ്മുടെ സമൂഹം തന്നെ അങ്ങനെയാണല്ലോ, അമ്മയുടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കുട്ടികളെ നോക്കുക എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്കിപ്പോൾ ഈ ഒരു സ്ത്രീ ഇത്തരത്തിലൊരു കഠിനമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ തൻ്റെ മക്കൾ ഈ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടരുത്, അല്ലെങ്കിൽ അവരെ നോക്കാൻ ആരും ഉണ്ടാകില്ല, അവരെ
പിന്നീട് അവരുടെ ജീവിതം എന്താകും എന്നുള്ളൊരു ചിന്തയായിരിക്കും പലപ്പോഴും അമ്മമാരെ മക്കളെയും കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതൊക്കെ. അതിന് പിന്നിലുള്ള ഇവരുടെ ചിന്തകളും അത്തരത്തിൽ തന്നെയായിരിക്കും. തൻ്റെ മക്കൾ ഇവിടെ ഒറ്റപ്പെടരുത്, ശരിക്കും ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയാൽ തന്നെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാരാബ്ധമാകും, അവർക്കും ഒരു ബാധ്യതയാകും, അതുകൊണ്ട് താൻ പോകുന്നിടത്തേക്ക് തൻ്റെ മക്കളെയും കൊണ്ടുപോകും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അമ്മമാരെ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചെയ്തി ചെയ്യിപ്പിക്കുന്നത്. അത്രയും ചിന്തകൾ തന്നെയാണ്, അത് വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഡോക്ടർ എൽസി ഉമൻ ചേരുന്നുണ്ട് സ്പോട്ട് ലൈവിൽ തത്സമയം. ഡോക്ടർ എൽസി ഉമൻ, നമ്മളിപ്പോൾ പരിശോധിച്ച വിഷയം കഴിഞ്ഞ 2 ദിവസത്തിനിടെ കേരളത്തിലെ 5 കുടുംബങ്ങളിലുണ്ടായ ദുരന്തങ്ങളാണ്. ഈ 5 കേസുകൾക്കും സമാന സ്വഭാവമുണ്ട്. 5 അമ്മമാർ മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കുകയായിരുന്നു. കാസർഗോഡ്, തൃശ്ശൂര്, പാലക്കാട്, കൊല്ലം, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. ഈ കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷമുള്ള സാഹചര്യം, കേരളത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യം, കുടുംബങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ, വീടുകളിൽ ഇത്തരം ക്രൈമുകൾ വർദ്ധിക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും, അവസ്ഥ കാണാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മാറ്റം കേരളത്തിലെ പല വീടുകളിലും ഉണ്ടായത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമൊക്കെ പക്ഷേ ഇത്തരം ദുരന്തങ്ങളിൽ കലാശിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം എന്താണ്? കുഞ്ഞിനെ കൊന്നു കളയുന്ന സംഭവങ്ങൾ ഇതിനു മുൻപേ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തൊക്കെയും ഒട്ടനവധിയായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം അതിന്റെ ഒരു റേറ്റ് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൂടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ ഫിലിസൈഡ്സിന് പല റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 5 എണ്ണത്തിനും സമാനമായി കാണുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ഗാർഹിക പ്രശ്നമൊക്കെയാണ്. നമ്മൾ പലപ്പോഴും ഒരു ആത്മഹത്യയെ നമ്മൾ അല്ലെങ്കിൽ അതൊരു വിചിന്തനം ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി കാര്യമായിട്ട് പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. അതിന് ഒരേ സമയം തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകാം, ഒരേ സമയം തന്നെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഈ സാധാരണഗതിയിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് അത് ശാക്തീകരിക്കപ്പെട്ട് എടുക്കുമ്പോൾ ആ വ്യക്തി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് അഥവാ ചിന്തിച്ചാൽ പോലും ആ ഒരു തലത്തിലേക്ക് അത് പ്രാക്ടിക്കലി ചെയ്യാത്ത രീതിയിൽ അതിനെ വഴിതിരിച്ചു വിടുന്നതിന് സഹായകരമാവും. നേരെ മറിച്ച് റിസ്ക് ഫാക്ടേഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിലും അത് മാത്രം ശാക്തീകരിക്കപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ആത്മഹത്യ പ്രവണത മാത്രമല്ല, ആ ചിന്ത മാത്രമല്ല, ആ ഒരു ആക്ടിലേക്ക് പോകുകയും അത് കംപ്ലീറ്റ് സൂയിസൈഡ് എന്നൊരു നിലയിലേക്ക് പോകാനും ഉള്ളൊരു സാധ്യതയുണ്ട്. ഈ പറഞ്ഞ 5 കേസസിലും നമ്മൾ സമാനമായിട്ട് കാണുന്നത് ഈ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ലഹരി ഉപയോഗം, സംശയരോഗം, ഇതൊക്കെയും തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? താങ്കൾ ഇപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇത് വർദ്ധിച്ചു വരുന്നത്. ഈ വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും പലപ്പോഴും ഇത് റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് കാര്യം ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അത് തന്നെ അത് പിക്ക് ചെയ്യുന്നില്ല. അത് വേണ്ട രീതിയിലുള്ള നടപടിയോ അല്ലെങ്കിൽ പരിഹാര മാർഗമോ സാധാരണഗതിയിൽ തേടുന്നില്ല. മുൻപ് ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇടയെടുപ്പം ബന്ധുക്കളിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ സാമൂഹ്യമായിട്ടുള്ള ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം ഒരുപാട് മാറി, സാമൂഹ്യ പശ്ചാത്തലം ഒരുപാട് മാറി, ഭവനാന്തരീക്ഷം ഒരുപാട് മാറി. അപ്പോൾ ഈ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒരു സ്വാർത്ഥ രീതിയിലേക്ക് മാറുന്നുണ്ട്, അവനവനിലേക്ക് ഉൾവലിയുന്നുണ്ട്, അവനവനിലേക്ക് ചുരുങ്ങുന്നുണ്ട്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു കുടുംബമായി എല്ലാ അർത്ഥത്തിലും ഒരു ന്യൂക്ലിയർ ഫാമിലിയായി മാറുന്ന ഒരു പശ്ചാത്തലം ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധയോടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടവും ഉണ്ട്. മറ്റൊരു വ്യക്തിയുടെ ഒരു കാര്യങ്ങളിലേക്ക് ഇടപഴകുന്നത് പണ്ടത്തെ പോലെ, അതായത് അവനവന് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള ഒരു മോറൽ ഒരു പോളിഷിങ് വന്നതോടെ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്, ഒരു വ്യക്തിയുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല, പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ എടുക്കുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ കട്ടായി പോയൊരു ഫാക്ടറാണ് ഈ സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ എവിടുന്ന് ഒരു സപ്പോർട്ടിന്റെ ഒരു സ്രോതസ് ഉണ്ടോ അതും ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്ന ഒരു സാഹചര്യം ഈ അടുത്തിടെയായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമേ ഉള്ള ആർക്കും തന്നെ അതിലേക്ക് ഇടപെടുന്നതിനോ അല്ലെങ്കിൽ വേണ്ടുന്ന പരിഹാര മാർഗം നിശ്ചയിക്കുന്നതിനോ, അങ്ങനെ റിസ്ക് ഉള്ള കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഹെൽപ്പ് കൊടുക്കുന്നതിനോ ഉള്ള ഒരു സാഹചര്യം തെല്ലുമില്ലാതെ വരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് വളരെയധികം
ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഈ ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ അറ്റംപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇമ്പൾസീവ് ആയിട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അതായത് പെട്ടെന്നൊരു തോന്നൽ വന്നു അല്ലെങ്കിൽ ഒരു അനുഭവം വന്നു ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നതിൽ 10% താഴെയേ ഉള്ളൂ, വളരെ വിരളമാണ്. ബാക്കി എല്ലാ ആത്മഹത്യകളും വളരെ നന്നായി പ്ലാൻ ചെയ്ത് വളരെ നന്നായി ദിവസങ്ങളോ മാസങ്ങളോ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപക്ഷെ അതിന്റെ സക്സസ് എങ്ങനെ കൂട്ടാം എന്നൊക്കെ വളരെ ഗഹനമായി പഠിച്ചതിന് ശേഷമായിരിക്കും ഒരു വ്യക്തി ചെയ്യുന്നത്. ആർക്കും സ്വന്തം ജീവനെയോ അല്ലെങ്കിൽ സ്വന്തം കുട്ടിയുടെ ജീവനെയോ എടുക്കാനായിട്ട് താല്പര്യമില്ല. കാരണം ഏറ്റവും അധികം ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് തീർച്ചയായിട്ടും. അപ്പൊ അത്തരം അനുഭവങ്ങളിലൂടെ പോകാൻ ഏതൊരു വ്യക്തിക്കുണ്ട് താല്പര്യം. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകൾ ഈ ഒരു മാർഗം തേടി എന്നുള്ളത് അവർക്ക് മറ്റൊരു ചോയ്സ് ഇല്ലാതെ വരുമ്പോൾ, മറ്റൊരു മാർഗം ഇല്ലാതെ വരുമ്പോൾ ആണ് ഇത്തരം ഒരു നിലയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത് ചിലപ്പോൾ ആഴ്ചകളോ ദിവസങ്ങളോ ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായും അതാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ യാതൊരു വഴിയുമില്ലാതെ ഗാർഹിക പീഡനങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ആയിരിക്കാം ഈ രീതിയിൽ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മുൻപൊക്കെ ഇത്തരം ആത്മഹത്യകൾ, സ്ത്രീകളുടെ ആത്മഹത്യകളൊക്കെ പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ സമീപകാലത്തൊരു പ്രവണത മക്കളെയും കൂട്ടി കൂട്ട ആത്മഹത്യ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? മക്കൾ തങ്ങൾ മരിച്ചു കഴിയുമ്പോൾ കുട്ടികൾ ഒറ്റപ്പെടും എന്നൊരു ഭയം കൊണ്ടായിരിക്കുമോ, അവരോടുള്ളൊരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കുമോ അവരെയും കൂട്ടി ഒന്നിച്ചുള്ള ഈ ഒരു കൂട്ട ആത്മഹത്യകൾ സംഭവിക്കുന്നത്? ഡോക്ടർ എൽസി ഉമ്മൻ, ഈ ഫിലിസൈഡിന് പല കാരണങ്ങളുണ്ട്. അതൊന്നെന്ന് പറയുന്നത് ശരിയാണ്, ആ കുട്ടി അവശേഷിച്ചാൽ ഞാൻ ജീവനോടെ ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ കുട്ടിയെ സംരക്ഷിക്കാൻ ആളില്ല, കുട്ടിയുടെ കെയർ എടുക്കാൻ ആളില്ല, കുട്ടി മറ്റുള്ളവർക്ക് ഒരു ഭാരമായി മാറും എന്നുള്ള ഒരു ചിന്താധാരയിൽ വന്നിട്ട് ചെയ്യുന്നവരുണ്ട്. രണ്ടാമെന്ന് പറയുന്നത് പക വീട്ടാന് അല്ലെങ്കിൽ ആ ജീവിത പങ്കാളിയോടുള്ള ഒരു വൈരാഗ്യം തീർക്കാനായിട്ട്. കാരണം ഇതൊരു അവര് സ്വയം ഒരു ജയിച്ചു എന്നുള്ള ഒരു തെറ്റായ കൺസെപ്റ്റിലേക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു കോഗ്നിറ്റീവ് ബയസിലേക്ക് ഇത്തരം ആൾക്കാർ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവിത പങ്കാളിയോട് വൈരാഗ്യം വീട്ടാനുള്ള ഒരു അവസരമായി കാണുന്ന അങ്ങനത്തെ ഒരു മനഃശാസ്ത്ര തലത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മൂന്നാമെന്ന് പറയുന്നത് ഇപ്പൊ ഡിവോഴ്സിനൊക്കെ പോകുന്ന ഒരു കസ്റ്റോഡിയൻ ഓപ്പോസിറ്റ് ജീവിത പങ്കാളിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പക പോക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. നാലാമതെന്ന് പറയുന്നത് സ്വന്തം ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊന്നു കളയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേട്ടതനുസരിച്ച് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇത്തരം സാഹചര്യങ്ങളൊന്നും തന്നെയല്ല. ഒരു പക്ഷേ കുട്ടി ആർക്കും ബാധ്യതയാകരുത്, കാരണം ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ജീവിതം വളരെയധികം അധപതിച്ചു പോകും, അല്ലെങ്കിൽ അത് കുട്ടിക്ക് വേണ്ട ഒരു ജീവിതം കിട്ടത്തില്ല എന്നുള്ള ഒരു ധാരണയിലോ അല്ലെങ്കിൽ പക വീട്ടാനോ ആയിട്ട് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡോക്ടർ എൽസി, ഇത്തരം വിഷയങ്ങൾ, ഇങ്ങനൊരു മാനസികാവസ്ഥയിലുള്ളവരുടെ ഒരു മനഃശാസ്ത്രജ്ഞ എന്ന രീതിയിൽ അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? കാരണം ആത്മഹത്യാ പ്രവണതയൊക്കെ പല മനുഷ്യർക്കും ഇപ്പോൾ ഉണ്ട്. ഇത്തരം ഒറ്റപ്പെടൽ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലെ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒരു പലരുടെയും മാനസികാവസ്ഥയെ തന്നെ താളം തെറ്റിക്കുന്നുണ്ട്. ആരോടും പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം നിരവധി കുടുംബങ്ങളിലുണ്ട്. സുഹൃത്തുക്കളുടെ എണ്ണം കുറയുന്നു. ഇതൊക്കെ ഈ ഒരു സാമൂഹ്യ അവസ്ഥയിൽ വന്ന മാറ്റങ്ങളൊക്കെ അങ്ങ് സൂചിപ്പിച്ചു. സ്വാഭാവികമായും ഇത്തരം പല കുടുംബങ്ങളിലെയും അവസ്ഥ വലിയ തകർച്ചയുടെ വക്കിലായിട്ടുണ്ട്. അവരോട് എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായവരുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിലൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ആത്മഹത്യാ പ്രവണത വരികയാണെങ്കിൽ എന്താണ് ഒരു പരിഹാര മാർഗം? ഏത് രീതിയിലാണ് അവരുടെ മനസ്സിനെ അവർ മാറ്റേണ്ടത്, ചിന്തിക്കേണ്ടത്? ഇത്തരം ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്, അതായത് സ്വന്തം ജീവൻ എടുക്കാൻ തക്ക രീതിയിലുള്ള ഒരു മാനസിക വ്യാപാരം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരോ അല്ലെങ്കിൽ വീണ്ടും ഇത് ടെലികാസ്റ്റിന്റെ സമയം ഒക്കെ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നമല്ല ജീവിതത്തിന്റെ അവസാനം. ഇപ്പൊ ഒരു സൂര്യൻ എന്നും ഭൂമിക്കടിയിൽ നിൽക്കത്തില്ല, പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ ആ പ്രതിസന്ധി ഒരിക്കലും ആ ജീവിതത്തിന്റെ അവസാനമല്ല, എന്തിന്റെയും ഒരു എൻഡ് അല്ല, അടുത്ത ഒരു ബിഗിനിങ്ങിന്റെ ഒരു തുടക്കം മാത്രമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ എല്ലാ വാതിലും അടഞ്ഞു എന്നുള്ള ഒരു ധാരണയിലായിരിക്കും ആ ആൾ ഇരിക്കുന്നത്. ശരിയാണ്, അവർ നോക്കുമ്പോൾ വേറെ വാതിലൊന്നും തുറന്നിട്ടുണ്ടാകില്ല.
അവരുടെ ആ ഒരു നോട്ടപ്പെശക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ആ സമയത്തെ ഇമോഷണാലിറ്റി എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത സാഹചര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ ഉള്ളത്. പക്ഷേ ഒരിക്കലും ആ ഓപ്ഷൻസ് ഒന്നും അടഞ്ഞു പോയിട്ടില്ല. തീർച്ചയായിട്ടും തുറന്നു കിടക്കപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വാതിൽ ഉണ്ട് എന്നുള്ള ഒരു ധാരണ വയ്ക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തുറവിയുള്ളവരായിരിക്കണം, തുറന്നു പറയാനായിട്ട് ഒരു മനസ്സ് കാണിക്കണം. അതിപ്പോ ആരുമില്ലെങ്കിലും ഇപ്പോൾ ഹെൽപ്പ് ലൈൻസ് ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ചെല്ലാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ടെലിഫോണിക്കലി ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്ന ഒരുപാട് വാലിഡ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, IMA ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ അതൊക്കെയും ഉപയോഗപ്രദമാക്കാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തേ മതിയാവുള്ളൂ. നാലാമത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെയും ഈ റിസ്ക് ഉണ്ടാകാം. ഒരുപക്ഷെ നാളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കാർക്കും ആയിരിക്കും ഈ റിസ്ക് ഉള്ളത്. നമ്മൾ എപ്പോഴും കണ്ണും കാതും തുറന്ന് ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. കാരണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മാനസിക ആരോഗ്യം കൂടെ. അപ്പോൾ ഇത്തരം റിസ്ക് ഫാക്ടേഴ്സിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരുപാട് നാൾ നമുക്ക് പൊത്തിപ്പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. ഇതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് നേരിടുന്ന എന്തെങ്കിലും ഒരു അസുഖമുള്ളവര്, അല്ലെങ്കിൽ നമ്മൾ മാറാവ്യാധി എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന അസുഖങ്ങളുള്ളവര്, അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവര്, പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ മാനഹാനി സംഭവിച്ചവര്, അല്ലെങ്കിൽ ധനനഷ്ടം സംഭവിച്ചവര്, ഇതൊക്കെയും റിസ്ക് ഫാക്ടേഴ്സിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ കുടുംബത്തിൽ ആത്മഹത്യയുടെ ചരിത്രമുള്ളവര്, ഇവർക്കും റിസ്ക് കൂടുതലാണ്. ലഹരി ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് കൂടുതലാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്നൊരു തോൽവി സംഭവിച്ചവര്, ഇതൊക്കെയും റിസ്ക് ഉള്ളവരാണ്. അപ്പൊ ഇത്തരം റിസ്ക് ഉള്ളവര് തീർച്ചയായിട്ടും ഈ ഒരു മനോവ്യാപാരത്തിലൂടെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അവരവരും മനസ്സിലാക്കണം, അവർക്ക് ചുറ്റുമുള്ളവരും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒബ്സർവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ റിസ്ക് ഉള്ളവര് തീർച്ചയായിട്ടും അവർക്ക് സങ്കടമോ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ സേവനം തേടുക ആവശ്യമാണ്. കാരണം അത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മൂർച്ഛിച്ച് അവസാനം ഒരു ആത്മഹത്യാ പ്രവണതയിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ തന്നെ വഴിതെളിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സും ധാരാളമുണ്ട്. ഉദാഹരണത്തിന് ചില റിലീജിയൻ, അത് സൂയിസൈഡിനെ പറ്റി ആ തലത്തിലുള്ള ക്ലാസ്സസ് കൊടുക്കുന്ന റിലീജിയൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയും സൂയിസൈഡിന്റെ തോത് കുറവാണ്. അല്ലെങ്കിൽ ഇഴയെടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. നമ്മളിപ്പോൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നത്, പക്ഷേ ഈ കുഞ്ഞുങ്ങളൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അതൊരു പോസിറ്റീവ് സൂയിസൈഡ് കൗണ്ടറാണ്. കാരണം എത്രയോ പേര് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എന്റെ കുട്ടിയെ ഓർത്ത് ഞാൻ ആത്മഹത്യ ചെയ്തില്ല ഡോക്ടറെ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ആ ഇടയെടുപ്പം ശക്തിപ്പെടുത്തിയെടുക്കുക, കുഞ്ഞുങ്ങൾ എന്നുള്ള ഒരു റിസ്ക് ഫാക്ടർ ആക്കി മാറ്റാതെ അതൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് തീർച്ചയായിട്ടും. കാരണം ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നവര്. അപ്പോൾ അത് ആ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് അതിനെ ശാക്തീകരിച്ച് കൊണ്ടുവരിക. ഒപ്പം ബാക്കി എന്തൊക്കെയാണോ നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ, അതായത് ഇത് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളൂ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ളവര്. തീർച്ചയായും ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ സ്വന്തം മക്കളെ ഓർത്ത്, എൻ്റെ കുട്ടികളെ ഓർത്ത് ഞാൻ കടുങ്കൈ ചെയ്തില്ല, എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എൻ്റെ മക്കളെ ഓർത്താണെന്ന് അങ്ങനെ ജീവിച്ച നിരവധി അമ്മമാരെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി. പല അമ്മമാരും പല സ്ത്രീകളും പ്രത്യേകിച്ച് യുവതികളാണ് ഈ രീതിയിൽ ആത്മഹത്യ ഒടുവിൽ പ്രശ്നങ്ങളുടെ എല്ലാം ഒടുവിൽ ആത്മഹത്യ ഒരു പരിഹാരമായി കാണുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഏതൊരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇവിടെ സ്ത്രീകളുടെ എണ്ണം, ഈ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും ഡോക്ടർ എൽസുമ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും, കാരണം ഇപ്പോഴത്തെ സാഹചര്യമല്ല, നാളെ അതിനൊക്കെ ഒരു മാറ്റം വരും. അങ്ങനെ ഒരു ആത്മവിശ്വാസം, ഒരു വിശ്വാസം തോന്നണമെങ്കിൽ അവർ സ്വയം പര്യാപ്തരാകണം. പലപ്പോഴും നമ്മൾ ഇത്തരം കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ യുവതികൾക്ക് ജോലിയില്ല, സ്വയം പര്യാപ്തരല്ല, ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ സമീപ ദിവസം, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കോട്ടയം ജില്ലയിൽ സംഭവിച്ച ഒരു കാര്യം കൂടി പറയാം. അവിടെ ഒരു ബാങ്ക് ജീവനക്കാരി, ബാങ്ക് ഉദ്യോഗസ്ഥയായ ഒരു യുവതിയാണ് ഭർത്താവുമായുള്ള പ്രശ്നത്തെ തുടർന്ന് ജീവനൊടുക്കിയത്. അപ്പോൾ അത് മാത്രമായിരിക്കില്ല അല്ലെ ഒരു പ്രശ്നം. കാരണം ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഒരു ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നത്? കാരണം അവരെ സംബന്ധിച്ച് വിവാഹബന്ധം വേർപെടുത്താം, മാറി താമസിക്കാം, അങ്ങനെയുള്ള പോം വഴികളുമില്ലേ? എന്നോടാണോ ചോദിച്ചത്? അതെ, ഡോക്ടർ എൽസുമൻ. അതായത് സ്ത്രീകൾ എന്തുകൊണ്ട് ഈ വഴി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്.
ഇതിനകത്ത് നമ്മൾ രണ്ട് രീതിയിലാണ് കണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത്, ആത്മഹത്യയെക്കുറിച്ചുള്ള തോട്ട്സ്, സൂയിസൈഡൽ തോട്ട്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരേപോലെ അതിതീവ്രതയോടെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അതൊരു പക്ഷേ കുറച്ചധികം നേരത്തേക്ക് മാത്രമായിരിക്കും. ആ ഒരു സമയത്ത് അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് അവരെ കേൾക്കാൻ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു സമയത്ത് ഒരു ഇന്റർവെൻഷൻ, ആ ടൈമാണ് വളരെയധികം ഇമ്പോർട്ടന്റ്. ടൈമിന് ഒരു ഇന്റർവെൻഷൻ കിട്ടിയാൽ അവർ അതിൽ നിന്നും തീർച്ചയായിട്ടും പിൻവാങ്ങും. ആ ഒരു ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് മിസ്സാകുന്നതാണ് ഏറ്റവും ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകള് ശരിയാണ് എന്തുകൊണ്ട് ഈ വഴി തിരഞ്ഞെടുക്കുന്നു? കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ക്രോസ് സെക്ഷനിൽ നോക്കുമ്പോഴാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നതും, അല്ലെങ്കിൽ അവർക്ക് സ്വയം നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാണുന്നതും, അവർക്ക് സ്വയം പര്യാപ്തത ഒരുപക്ഷെ ഇല്ല എന്ന് പറയുന്ന പോലത്തെ സാഹചര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ, ആ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരികയും, അല്ലെങ്കിൽ അവരുടെ നഷ്ടപ്പെട്ട മനോവീര്യം തിരിച്ചു കൊണ്ടുവരികയും അവരെ കുറച്ചും കൂടെ പ്രാപ്തരാക്കി എടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് താങ്കൾ സൂചിപ്പിച്ച ശരിയാണ്, വിദ്യാഭ്യാസമില്ലാത്ത ഏത് സ്ത്രീയുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് സാഹചര്യം കിട്ടാൻ പറ്റാത്ത ഏത് സ്ത്രീയുണ്ട്? ആരും തന്നെ ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, തീവ്ര ദുഃഖം വന്നു കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് നഷ്ടപ്പെടുന്നു. ആ സമയത്ത് ശരിയേതാ തെറ്റേതാ, അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്ത ശേഷി നഷ്ടപ്പെടുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ ഓപ്ഷൻസ് എല്ലാം അടഞ്ഞു എന്നുള്ള ഒരു ധാരണയിൽ വന്നിട്ട് ഇത്തരം രീതിയിലേക്ക് ചിന്തിക്കുന്നത്. നേരെ മറിച്ചു എല്ലാം അവസാനിച്ചു എന്നുള്ള ആ ഒരു ഘട്ടം വരുമ്പോൾ ഒരു ടൈംലി ഇന്റർവെൻഷൻ, നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അതിനെ മറികടന്ന് വരാമെന്നുള്ള ഒരു സാന്ത്വനം കിട്ടിയാൽ പലപ്പോഴും പല ആത്മഹത്യകളും നമുക്ക് അത് പിന്തിരിപ്പിക്കാവുന്നതാണ്, അത് ഒഴിവാക്കി നമുക്ക് വിടാവുന്നതാണ്. അവിടെയാണ് സൂയിസൈഡ് പ്രിവെൻഷന്റെ ഒരു റോൾ തന്നെ ഉള്ളത്. പലപ്പോഴും ഈ സൂയിസൈഡ് പ്രിവെൻഷന്റെ റോള് ജനം മനസ്സിലാക്കാത്തതും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്രദമാക്കി തീർക്കാത്തതുമാണ് ഇത്തരം വലിയൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്നത്. വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഡോക്ടർ എൽസി ഉമ്മൻ പങ്കുവച്ചത്. കേരളത്തിൽ ഇത്തരം കൂട്ട ആത്മഹത്യകളൊക്കെ വർദ്ധിക്കുമ്പോൾ ഡോക്ടർ എൽസി ഉമ്മന്റെ വാക്കുകൾ നമ്മളേറെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ഏറെ ഗൗരവമുള്ള വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും ആത്മഹത്യയല്ല അതിന് പരിഹാരമെന്ന് തിരിച്ചറിയുക. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്കൊക്കെ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ ആത്മഹത്യ എന്ന ഒരു പരിഹാരമാർഗം, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന ആ ഒരു പോംവഴിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നൊരു യാഥാർത്ഥ്യ ബോധം നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.